അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ പേരിൽ പാർട്ടി ഓഫീസ്, കോൺഗ്രസിന്റെ ഓഫീസുകൾ തകർത്തുകൊണ്ടിരിക്കുക. എന്തെല്ലാം സമരങ്ങൾ ഡിവൈഎഫ്ഐയും SFI ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ, യുവജന സംഘടനയുടെ അവകാശമാണ് എന്ന് ധരിച്ചിരുന്നവരാണ് അന്നത്തെ മന്ത്രിമാർ. സമരം നടത്തണ്ടെന്ന് എവിടെയും എന്ന് പറഞ്ഞിട്ടില്ല. സമരങ്ങൾ നടത്തണം, സമരം നടത്തി തളർന്നു വളർന്നു വന്നവരാണ് യുവജന പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് സമരം നടത്തണ്ട എന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് സമരമല്ല, സമരാഭാസങ്ങളാണ്, ഈ അക്രമങ്ങളാണ് നടത്തുന്നത്. അത്തരം അക്രമങ്ങളെ ശക്തിയുക്തമായി ഇനി നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നിയമപരമായി നേരിടും. ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എടുത്തിരിക്കുന്ന ഈ വധശ്രമത്തിനുള്ള കേസ്, അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസെടുത്ത ഉദ്യോഗസ്ഥർ യാതൊരു തെളിവുമില്ലാതെ കള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നു. എവിടെ, ആരെ വിളിച്ചു? ഈ 4 പേരെയും നിങ്ങൾ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരെവിടെ വിളിച്ചു? 10-50ഓളം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ. അപ്പൊ അത്തരം ഒരു കേസ്, വധശ്രമത്തിന് പേര് വധശ്രമം ചുമത്തിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കേസെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും കേസ് കൊടുക്കും. ഒരു സംശയവും. കാരണം അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ തകർക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു സംഭവമില്ലാതെ ഒരു മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്താത്തൊരു കേസ്, കരിങ്കൊടി മാത്രം കുട്ടികളുടെ കയ്യിലുള്ളപ്പോൾ ഇത്തരം ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു സംഭവമാണ്. അത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ, അവർക്കെതിരെ നടപടിയെടുക്കുന്നവരെ, അവരെ ശിക്ഷ കഴിക്കുന്നവരെ നമ്മൾ മുന്നോട്ട് പോകും. അത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥനായ ആ ഗൺമാൻ ഇല്ലാത്ത റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഹൈക്കോടതിയിലും കേസ് കൊടുത്തുകൊണ്ട് ഈ കുറ്റക്കാരെ, ഇവിടെ ക്രിമിനലുകളായിട്ട് വന്നിരിക്കുന്നത് ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരാണ്. പാവപ്പെട്ട 5 കുട്ടികളെ വധശ്രമത്തിന് ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരക്കാർക്കെതിരെയാണ് ഇവിടെ ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കള്ളക്കേസുണ്ടാക്കിയ, ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതിന് മൊഴി കൊടുത്ത, പരാതി കൊടുത്ത പോലീസുകാരനായ ഗൺമാനെതിരെയും ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കും. ഏതറ്റം വരെ അക്കാര്യത്തിൽ നമ്മൾ പോകും. ഇതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.